ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. സമയം 2 മണി കഴിഞ്ഞ് 2:05. 1:30 തൊട്ട് അലാം അടിച്ചിട്ടാണ് ഞാൻ ഈ സമയത്ത് എണീറ്റ്. ഇനിയിപ്പോൾ ഒരു കട്ടനൊക്കെ എടുത്ത് പതിയെ ഇരിക്കാം. ഒത്തിരി സമയം കളയണ്ട. മാക്സിമം സമയം ഇനിയുള്ള സമയം മാക്സിമം ഉപയോഗിക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ ടേബിളൊക്കെ ആദ്യം ഒന്ന് അടുക്കണം. ഇന്നലെ പഠിച്ചിട്ട് എണീറ്റ് പോയ പോലെ ഇട്ടേക്കുക. അതിലൊന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് വേണം പഠിക്കാൻ. രാവിലെ കുറച്ച് നേരം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാമെന്നോർത്താണ്. ഇതിപ്പോൾ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് നമ്മൾ LD പഠിക്കുന്നതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊക്കെ ഞാൻ നേരത്തെ ഒന്ന് നോക്കി ടിക്ക് ചെയ്തിട്ടേക്കുന്നതാണ്. അതിലൊന്ന് വായിച്ചു പോയാൽ മതി. റിവിഷനായിട്ട് അങ്ങ് വായിച്ചു വിട്ടാൽ മതി. എവിടുന്നെങ്കിലും ഒരെണ്ണം കിട്ടിയാലോ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ LD പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത് നമുക്ക് എപ്പോഴും നല്ല. കാരണം LDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇച്ചിരി കട്ടിയാണെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ഔട്ടായി പോകും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ച് അതിൻ്റെ എല്ലാം ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചെറിയ പനിയും ചുമയൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് തൊണ്ടയിൽ ചെറിയ പിടുത്തമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉറക്കം വായിക്കുന്നൊന്നുമില്ല, മനസ്സിൽ വായിച്ചങ്ങ് പഠിക്കുക. ഇതിപ്പോൾ തൊഴിൽ വാർത്തയാണ്, അത് കുറച്ച് തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് വേണം കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ് പഠിക്കണം. കറണ്ട് അഫയേഴ്സിനകത്ത് ഞാനിവിടെ പുരസ്കാരം പഠിക്കാമെന്ന് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ലാസ്റ്റ് എഴുതിയ പരീക്ഷയ്ക്ക് ആ ക്വസ്റ്റ്യൻ വന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഉത്തരം കറക്റ്റ് അറിയത്തില്ലായിരുന്നു. വർഷം എന്തോ ആയിരുന്നു എന്തോന്ന് ചോദിച്ചത്. പക്ഷേ എനിക്ക് അതിൻ്റെ കോഡ് അറിയാവുന്നതുകൊണ്ട് പണ്ട് ഞങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് സാറ് പഠിപ്പിച്ച ശങ്കരൻ പറ്റപിള്ള വാസുക്കുറുപ്പം നമ്പൂരിയോ എന്ന് ആ ഒരു കോഡ് അറിയാവുന്നതുകൊണ്ടാണ് അതിൻ്റെ ഉത്തരം കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ കോഡ് എഴുതി വെച്ചേക്കുന്നത്. കോഡൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇതുള്ള മെയിൻ എക്സാമിനൊക്കെ പോകുമ്പം ആവശ്യം വരും, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. ഇപ്പം ഞാൻ കൂടുതലായിട്ടും കറണ്ട് അഫയേഴ്സ് നല്ലതുപോലെ നോക്കുന്നുണ്ട്. കാരണം അവിടെ നിന്നായിരിക്കും മാർക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് മാർക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടി കൂട്ടി എന്നാലും നമുക്ക് ഒരു മാർക്ക് കൂടുതൽ മേടിക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നമുക്ക് കിട്ടണം, അതൊരിക്കലും നമുക്ക് പോകരുത്. പിന്നെ എല്ലാവർക്കും കിട്ടാത്തതിൽ നിന്നും നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ ഒരു കൂലി ഇന്നലെ നാളെ നമുക്ക് ദൈവം തരും. അത് ഉറപ്പ് കാര്യമാണ്. അത് ഞാനാണെങ്കിൽ LGSൻ്റെ ഒക്കെ മെയിൻ ലിസ്റ്റ് വരുന്ന ഭയങ്കര പാടായിരുന്നു എനിക്ക് എക്സാം. അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചല്ല. പക്ഷേ അതിന് മുന്നേ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ലിസ്റ്റിലൊന്നും വന്നുമില്ല. എന്നാൽ ഇവിടെ വരുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കൂലി ഇന്നലെ നാളെ കിട്ടും. അത് ഓർത്ത് അയ്യോ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു മനസ്സ് വെച്ച് പഠിക്കാതെ കിട്ടും എന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ജോലി കിട്ടും. ഇന്നലെ നാളെ നമ്മളിപ്പം മണിക്കൂറുകൾ പഠിക്കുന്നതിലൊന്നും ഒരു കഥയുമില്ല. നമ്മൾ പഠിക്കുന്ന സമയം മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത്. രാത്രിയാണേലും പകലാണേലും 2 മണിക്കാണേലും 3 മണിക്ക് പകൽ 10 മണിക്കാണേലും പഠിക്കുന്നത് നല്ലപോലെ ഇരുന്ന് പഠിക്കണം. സമയം വേസ്റ്റാക്കി കളയരുത്. അതുപോലെ തന്നെ ഞാൻ നോട്ട്സ് വെച്ചാണ് പഠിക്കുന്നത്. അല്ലാതെ റാങ്ക് ഫയലൊന്നും ഇതുവരെ ഒരു പരീക്ഷ ഞാൻ റാങ്ക് ഫയൽ പഠിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒന്നാമതെ റാങ്ക് ഫയൽ പഠിക്കാൻ മടിയാണ്. അതിൻ്റെ പേജ് അതിൻ്റെ ആ കുന്നോളം കാണുമ്പോഴേക്കും തന്നെ മടുപ്പാണ്. അതുകൊണ്ട് നോട്ട് എഴുതിയാണ് ഞാൻ മാക്സിമം പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നോട്ട്സും എൻ്റെ കയ്യിലുണ്ട്. CRT ഉണ്ട്, അല്ലാതെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ നോട്ടും എല്ലാം ഉണ്ട്. കറണ്ട് അഫയേഴ്സും എല്ലാം ഞാൻ എഴുതി വെക്കാറുണ്ട്. അല്ലാതെ ഞാൻ റാങ്ക് ഫയൽ പഠിക്കുന്നില്ല. ചില സമയത്തൊക്കെ മേടിക്കണം തോന്നുമ്പോൾ മേടിക്കും, പക്ഷെ പഠിക്കത്തില്ല. കാരണം അത് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല നമ്മളെ കൊണ്ട്. എത്ര പേജ് പഠിച്ചാലും അത് മാത്രമല്ല, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് നോട്ട്സ് അതിനകത്തുണ്ട്. അതൊന്നും പഠിച്ച് നമ്മുടെ സമയം വെറുതെ കളയണ്ട. സ്മാർട്ട് സ്റ്റഡി ചെയ്യുക, അത്രേ ഉള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ജോലി കയറാൻ പറ്റില്ല. റാങ്ക് ഫയൽ മൊത്തം പഠിച്ച് തീർത്തിട്ട് ഒന്നും നമുക്ക് ജോലി കയറ്റം നടക്കുകയില്ല. ഈ പഠിച്ച ജോലി മേടിച്ചവരൊന്നും റാങ്ക് ഫയൽ തീർത്തിട്ടുമല്ല ജോലി മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉപയോഗിച്ച് നമ്മുടെ സമയം മാക്സിമം നല്ല രീതിയിൽ സ്മാർട്ട് സ്റ്റഡി ചെയ്തെടുക്കും. ഒരു 5 മണി വരെയൊക്കെ ഞാൻ ഇരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കള പണിയിലോട്ട് പോകണം. പിന്നെ ഒരു 8 മണി വരെ തിരക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയം കിട്ടും. എങ്കിലും പകൽ ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ കിടന്നുറങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ എണീറ്റതിൻ്റെ ക്ഷീണം നമുക്ക് നിൽക്കും. പിന്നെ നമുക്ക് നാളെ എണീക്കാനും പഠിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. എല്ലാവരും പഠിക്കുക.